ഇന്നലെ ഭക്ഷണം കഴിക്കൽ ഹറാമായിരുന്നു, ഇന്ന് ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ്. ഇത് തക്ബീറിന്റെ വിജയത്തിന്റെ തക്ബീറുകളാണ്. ഈ തക്ബീറുകൾ മുഴുവൻ യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവനുള്ള വിജയത്തിന്റെ തക്ബീറാണ്. തക്ബീറുകൾ മുഴുവനും ഇത് ബദറിൽ കേട്ട തക്ബീറാണ്, ഇത് ഉഹദിൽ കേട്ട തക്ബീറാണ്, ഖന്തഖിലും ഖൈബറിലും കേട്ട തക്ബീറാണ്. താൽക്കാലികളായിട്ടുള്ള ലോകത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ കൊന്നെടുക്കുവാൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും വേൾഡ് എംപയർ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവനും അടക്കി ഭരിക്കുവാൻ വേണ്ടിയിട്ട് ചെങ്കിസ് ഖാന്റെ ആക്രമണത്തിൽ മുസ്ലിം ലോകം തകർന്ന് തരിപ്പണമാകുമെന്ന് ആഗ്രഹിച്ചപ്പോൾ അഞ്ചലോട്ട് യുദ്ധത്തിൽ കൂടി മുഅ്മിനീങ്ങൾക്ക് വിജയം ഉണ്ടായപ്പോൾ അവിടെ മുഴങ്ങിയതും ഈ തക്ബീറിന്റെ മന്ത്രമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു നമ്മളൊക്കെ ചൊല്ലുമ്പോ ഹരിയാനയിലെ ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു ഉമ്മ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ആ ഉമ്മയുടെ സങ്കടത്തിലും നമ്മളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് നമ്മൾ ഇന്ന് തക്ബീറുകൾ മുഴക്കുന്നത്. വർഗീയ കോമരങ്ങൾ പരിശുദ്ധമായ പെരുന്നാളിന് വേണ്ടിയിട്ട്, ഈദുൽ ഫിത്റിന് വേണ്ടിയിട്ട് പാവപ്പെട്ട ജുനൈദ് മോൻ എന്ന് പറയുന്ന ഒന്നും തിരിയാത്ത പാവപ്പെട്ട കുഞ്ഞു പൈതൽ അവൻ ട്രെയിനിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ പോയി വസ്ത്രം മേടിക്കുവാൻ വേണ്ടി ഉമ്മ തന്ന 1500 രൂപയും കൊണ്ട് വസ്ത്രം മേടിക്കുവാൻ വേണ്ടി പോകുമ്പോഴേക്കും നിഷ്ഠൂരമായി ക്രൂരമായി കുലക്കത്തിക്കിരയാക്കിയ വർഗീയ കോമരങ്ങളുള്ള താക്കീതും കൂടെയാണ് വിജയത്തിന്റെ വെണ്ണിന്റെ വിഹാരത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പാലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തക്ബീറിന്റെ മന്ത്രധ്വനികളാണ്. അനീതിക്കെതിരെ നീതി കൊണ്ടാണ് നമ്മൾ സമരം ചെയ്യേണ്ടത്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യേണ്ടത്, അക്രമത്തിനെതിരെ സമാധാനം കൊണ്ടാണ് സമരം ചെയ്യേണ്ടത്. അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് പോരാടുന്നില്ല? പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ആലംബഹീനരായ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖത്തറിലെ മുസ്ലിമീങ്ങളാണെങ്കിലും അഫ്ഗാനിലെ മുസ്ലിമീങ്ങളാണെങ്കിലും ലോകത്ത് പീഡനം അനുഭവിക്കുന്ന 1000, ഇന്ത്യയിൽ ഉൾപ്പെടെ പീഡനം അനുഭവിക്കുന്ന 1000 ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഇന്ന് ഈദുൽ ഫിത്ർ നമ്മൾ ആഘോഷിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു എപ്പോഴും കാരുണ്യമാണ്, സ്നേഹമാണ്, സ്നേഹത്തിന്റെ മേൽ സ്നേഹമാണ്, സ്നേഹം തന്നെയാണ്. നമ്മളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്ത് എവിടെ പ്രശ്നമുണ്ടായാലും ശരി, നമ്മളൊക്കെ ഇവിടെ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഭീതിജനകമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നതിനെതിരെ, അതിനെതിരെയുള്ള ഒരു ശബ്ദം കൂടിയാണ് ഈ തക്ബീറിന്റെ മന്ത്രധ്വനികൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹമിഹിം വതആതുഫിഹിം. മുഅ്മിനീങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്ന വിഷയത്തിൽ, മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹം കാണിക്കുന്ന വിഷയത്തിൽ, മുസ്ലിമീങ്ങൾ പരസ്പരം വിരുദ്ധം കാണിക്കുന്ന വിഷയത്തിൽ കമസലി ജസദിൻ, ഒരു ശരീരം പോലെയാണ്. അങ്ങനെയുള്ള ശരീരമാണ്. ആ ശരീരത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, എവിടെ കാലിന് വേദന വന്നു കഴിഞ്ഞാൽ, തലയ്ക്ക് ഒരു വേദന വന്നു കഴിഞ്ഞാൽ, കൈക്ക് ഒരു വേദന വന്നു കഴിഞ്ഞാൽ മുഴുവൻ ശരീരത്തിനും പണി ബാധിക്കും, ഉറക്കമിളയ്ക്കും. അതുപോലെ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഈ ലോകമങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ട് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അല്ലാഹുവേ, സമാധാനം നൽകണേ റഹ്മാനെ. ഈ പരിശുദ്ധമായ സമയത്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സമാധാനം നൽകണേ റഹ്മാനെ. ലോക
മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പരിശുദ്ധമായ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു. ഈ നോമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലകും തത്തഖൂൻ കതുബ അലൈക്കും സിയാമു കമാ കതുബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോമ്പെടുക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. തഖ്വയുള്ളവരായോ നമ്മൾ? തഖ്വയുള്ളവരായോ നമ്മൾ? നെഞ്ചിൽ കൈവച്ചിട്ട് ചിന്തിക്കണം. അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖ്വയുടെയാണ് ആത്മാർത്ഥമായിട്ട് അല്ലാഹുവിനെ പേടിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വയ്ക്ക് സാധാരണ നിലയിൽ ലുഗത്തിന്റെ ഭാഷയിൽ ഒരു അർത്ഥമുണ്ട്. അത്തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പേടിക്കുന്നു മനുഷ്യൻ പേടിക്കുന്നു, ആ മനുഷ്യൻ പേടിക്കുന്നതിന്റെയും അതുപോലെ അവരുടെയും ഇടയിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുക, അതിനാണ് തഖ്വ സാധാരണ നിലയിൽ. ഇപ്പൊ മെട്രോ ട്രെയിനിൽ കയറുവാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴേക്കും സുരക്ഷിതത്വം വേണം. ഇവിടെ നമ്മൾ ഇജാബ റോഡ് മുറിച്ചു കിടക്കാൻ സുരക്ഷിതത്വം വേണം. പോലീസുകാർ കൈ കാണിക്കുമോ എന്ന് പേടിച്ച് സീറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം. മെട്രോ ട്രെയിനിൽ കയറുവാൻ വേണ്ടി പാളം മുറിച്ചു കിടക്കുന്നത് സാധാരണ പാളം മുറിച്ചു കിടക്കുന്നത് പോലെ കിടക്കാൻ പറ്റില്ല. കാരണം വൈദ്യുതി താഴെ കൂടി പോവുകയാണ്, മുകളിൽ കൂടിയല്ല. അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കും. ഓരോ കാര്യങ്ങളിലും നമ്മൾ സൂക്ഷിക്കും. അതിനും തഖ്വ എന്നാണ് പേര്. മലയാള അർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അതാണ്. പക്ഷേ അതാണ് യഥാർത്ഥ തഖ്വയുടെ മഅന. സൂക്ഷിക്കേണ്ടതിൽ അല്ലാഹുവിന്റെ ശിക്ഷയെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ആഖിറത്തിൽ എന്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകുമോ ആ വിഷയങ്ങളെ തൊട്ടൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിൽ നമ്മൾ തഖ്വയ്ക്ക് വേണ്ടി ഊസീകും ബിത്തഖ്വല്ലാഹ്, ഊസീകും ബിത്തഖ്വല്ലാഹ് എന്ന് പറയാതെ ഒരു തഖ്വയുമില്ല. ഊസീകും ബിത്തഖ്വല്ലാഹ് എന്ന് പറയാതെ ഒരു മിമ്പറിലും ഒരു ഖുത്ബ നടക്കാറില്ല. ഇന്നത്തെ പെരുന്നാളിന്റെ ഖുത്ബയിലും ഊസീകും ബിത്തഖ്വല്ലാഹ് എന്ന് പറയാറുണ്ട്. എല്ലാ സമയത്തും നമ്മൾ ഉപദേശിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി ഒരു വരുന്ന വർഷത്തിലേക്ക് ഈ റമദാൻ നമുക്ക് പ്രയോജനപ്പെട്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ റമദാൻ എന്ന് പറയുന്നത് ഈ പരിശുദ്ധ